ഇപ്പം നമ്മൾ മലയാള സാന്നിധ്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മലയാളികൾ 17 പേരാണ് ഉണ്ടായിരുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ. ഇനി അതവർ ഓരോ പ്രവിശ്യയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നും, കൊച്ചിയിൽ നിന്നും, മദ്രാസ് പ്രവിശ്യയിൽ നിന്നും, കൂടാതെ യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നും. കേരളത്തിൻ്റെ ഭാഗമല്ല, പക്ഷേ യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധീകരിച്ച് വന്നത് ഒരു മലയാളിയാണ്. അതുകൊണ്ട് തന്നെ മലയാളി സാന്നിധ്യം പറയുമ്പോൾ നമ്മൾ അതുകൂടെ ഇൻക്ലൂഡ് ചെയ്താണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ 6 പേരാണ് തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത് വന്നിട്ടുള്ളത്. അതാരൊക്കെയെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞൊരു മലയാളി വനിത ഒരാൾ ആനി മസ്ക്രീൻ ആണ്. അത് തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത് വന്നിട്ടുള്ള ഒരു വനിതയാണ് ആനി മസ്ക്രീൻ. കൂടാതെ 5 പുരുഷന്മാർ കൂടെ ഉണ്ട്. അതാരൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് പട്ടം താണുപിള്ളയാണ്. തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത് വന്നതിൽ ഒരാൾ പട്ടം താണുപിള്ളയാണ്. 2 ആർ ശങ്കർ ആണ്. പട്ടം താണുപിള്ള, ആർ ശങ്കർ. മൂന്നാമത് PT ചാക്കോ. കൂടാതെ PS നടരാജ പിള്ളയും KA മുഹമ്മദും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ്? 6 പേർ. ഒന്നാമത്തത് ആനി മസ്ക്രീൻ ആണ്. തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത് വന്നിട്ടുള്ള ഒരു വനിതയാണ് ആനി മസ്ക്രീൻ. കൂടാതെ 5 പേരുണ്ട്. പട്ടം താണുപിള്ള, ആർ ശങ്കർ, PT ചാക്കോ, PS നടരാജ പിള്ള, KA മുഹമ്മദ്. ഇത് ഓർത്ത് വയ്ക്കണം. ക്വസ്റ്റ്യനിൽ നമുക്ക് ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. ഒരാളുടെ പേര് തന്നിട്ട് അത് ഏത് പ്രവിശ്യയെ പ്രതിനിധാനം ചെയ്തു എന്നായിരിക്കും. വേണമെങ്കിൽ അത് മദ്രാസിനെ പ്രതിനിധാനം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര് തന്നിട്ടായിരിക്കാം ചോദിക്കുന്നത്. അപ്പോൾ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്തിട്ടുള്ള 6 പേരെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്തത് കൊച്ചിയെ പ്രതിനിധാനം ചെയ്ത ഒരാളെ വന്നിട്ടുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പനമ്പിള്ളി ഗോവിന്ദ മേനോനാണ്. പനമ്പിള്ളി ഗോവിന്ദ മേനോനാണ് കൊച്ചിയെ പ്രതിനിധാനം ചെയ്തു വന്നിട്ടുള്ള ഒരേ ഒരു വ്യക്തി. അതും PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. ഇനി UP എന്നത് യുണൈറ്റഡ് പ്രൊവിൻസ് ആണ്. യുണൈറ്റഡ് പ്രൊവിൻസ് ഒന്നുകൂടെ ഓർത്ത് വെക്കണം. അത് കേരളത്തിൻ്റെ ഭാഗമല്ല, പക്ഷെ അത് ഒരു മലയാളി ആയതുകൊണ്ടാണ് നമ്മളിവിടെ ചേർത്ത് പഠിക്കുന്നത്. യുണൈറ്റഡ് പ്രൊവിൻസിന് പ്രതിനിധാനം ചെയ്ത് വന്നത് ജോൺ മത്തായി ആണ്. ജോൺ മത്തായി നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള വ്യക്തിയാണ്. ജോൺ മത്തായി നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധാനം ചെയ്ത് വന്നിട്ടുള്ള വ്യക്തി ജോൺ മത്തായി ആണ്. അത് മറക്കരുത്. ഇനി മദ്രാസ് പ്രവിശ്യയെ പ്രതിനിധാനം ചെയ്ത് വന്നിട്ടുള്ളതാണ് ബാക്കി 9 പേരും. അതിൽ 2 പേര് നമ്മൾ ഓൾറെഡി പഠിച്ചു. അമ്മ സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും. 3 മലയാളി വനിതകൾ പഠിച്ചപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ആനി മസ്ക്രീൻ, അമ്മ സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. അതിൽ വരുന്നതാണ് ഇവർ 2 പേരും. അപ്പോൾ ഇവർ 2 പേരും മദ്രാസിനെ പ്രതിനിധാനം ചെയ്തു വന്നിട്ടുള്ളതാണ്. ആനി മസ്ക്രീൻ തിരുവിതാംകൂറിനെയാണ് പ്രതിനിധാനം ചെയ്തത്. അപ്പോൾ 9 പേരിൽ 2 പേർ ഓൾറെഡി ആയി. ബാക്കി 7 പേരാണ് മുകളിൽ എഴുതിയിരിക്കുന്നത്. B പോക്കർ, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. B പോക്കർ, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. AK മേനോൻ, മൂന്നാമത്തെ വ്യക്തിയാണ്. AK മേനോൻ മദ്രാസ് പ്രവിശ്യയിൽ നിന്നും. പിന്നെ അബ്ദുൽ സത്താർ ഹാജി, അബ്ദുൽ സത്താർ ഹാജി. P കുഞ്ഞിരാമൻ, P കുഞ്ഞിരാമൻ. 6 K മാധവ മേനോൻ. ലാസ്റ്റ് എത്തത് KTM അഹമ്മദ് ഇബ്രാഹിം ആണ്. KTM അഹമ്മദ് ഇബ്രാഹിം. മദ്രാസ് പ്രവിശ്യയിൽ നിന്നുള്ള വ്യക്തികളെ നമുക്ക് ഒന്നുകൂടെ പറയാം. അമ്മ സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. B പോക്കർ, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. AK മേനോൻ, അബ്ദുൽ സത്താർ ഹാജി. P കുഞ്ഞുരാമൻ, K മാധവ മേനോൻ, KTM അഹമ്മദ് ഇബ്രാഹിം. അപ്പം ഇത് ഓർത്ത് വയ്ക്കുക. 2-3 തവണ ആവർത്തിച്ച് നോട്ടൊക്കെ എഴുതി നമ്മൾ ആവർത്തിച്ച് വായിച്ചാൽ തന്നെ നമുക്കിത് കണക്റ്റ് ആവും. അല്ലെങ്കിൽ തിരുവിതാംകൂറിലെങ്കിലും പഠിച്ചു വെച്ചാൽ ഇത് അവിടുത്തെ എല്ലാം നമുക്ക് മനസ്സിലാവും. ഇനി ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ മലയാളി അംഗം അല്ലാത്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഇത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, ഇതുകൂടെ പഠിക്കണം. അപ്പോൾ ഈ പേരുകളും മനസ്സിൽ ഒന്ന് ഓർത്ത് വയ്ക്കത്തക്ക രീതിയിൽ ഒന്ന് വായിച്ചു വെക്കണം. കൊച്ചിയെ പ്രതിനിധാനം ചെയ്തത് മറക്കരുത്, പനമ്പിള്ളി ഗോവിന്ദ മേനോനാണ്. യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധാനം ചെയ്തത് ജോൺ മത്തായി ആണ്. ആകെ മലയാളി സാന്നിധ്യം എന്ന് പറയുന്നത് 17 അംഗങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി. ഭരണഘടനാ നിർമ്മാണ സമിതി നിലവിൽ വന്ന ഡേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഏത് ഡേറ്റ് ആണ് ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കണം. 1946 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്ന ഡേറ്റ് ഏതായിരിക്കും? ഡിസംബർ 9 ആണ്.
1946 ഡിസംബർ 9 ആദ്യ സമ്മേളനം നടക്കുന്നത്. ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരെന്നപ്പോൾ ഓർക്കണം. ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക അധ്യക്ഷനായിട്ട്. ആദ്യത്തെ സമ്മേളനത്തിൽ ഒരു മുതിർന്ന വ്യക്തിയെ തിരഞ്ഞെടുക്കുകയുണ്ടായെന്ന് നമ്മൾ പറഞ്ഞു. ആ മുതിർന്ന വ്യക്തിയായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അപ്പോൾ സ്ഥിരം അധ്യക്ഷനെ തിരഞ്ഞെടുത്തത് ഏത് സമ്മേളനത്തിലായിരിക്കും? തൊട്ടടുത്ത രണ്ടാമത്തെ സമ്മേളനമാണ്. അത് 1946 ഡിസംബർ 11 നടക്കുന്നത്. ഡിസംബർ 11, ആ ഡേറ്റും ഓർത്തു വയ്ക്കുക. അപ്പോൾ സ്ഥിരം അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത് ആരെയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ്. പിന്നീട് തൊട്ടടുത്ത സമ്മേളനം എന്ന് പറയുന്നത് ഡിസംബർ 13. ഡിസംബർ 13 പ്രത്യേകത എന്താ? 1946 ഡിസംബർ 13 പ്രത്യേകത എന്താണ്? ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ. ആരാണ് അവതരിപ്പിക്കുന്നത്? ജവഹർലാൽ നെഹ്റു ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതാണ്. ഇപ്പം നമ്മൾ ലാസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുവാണ്. അപ്പം നിങ്ങൾ ഇതിൻ്റെ ഒപ്പം ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം ആരവതരിപ്പിച്ചു? ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചു. അത് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഡേറ്റും നമ്മൾ പറഞ്ഞു. ഏത് ഡേറ്റ് ആയിരുന്നു? 1947 ജനുവരി 22 ഭരണഘടനാ നിർമ്മാണ സമിതി അത് അംഗീകരിക്കുന്നത്. അതും ഓർത്തു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനയുടെ ആമുഖമായി തിരഞ്ഞെടുത്തത് എന്തിനെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയമാണ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച 1946 ഡിസംബർ 13. ആ ഡേറ്റ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നുണ്ട്, നിങ്ങളത് ഓർത്ത് വയ്ക്കുക. 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായി മാറിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആമുഖത്തിന്റെ ശില്പി എന്ന് ചോദിച്ചാൽ നമുക്ക് ആരെ പറയാം? അതൊരു പോയിന്റ് ആണ്. ആമുഖത്തിന്റെ ശില്പി, ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്ന് ചോദിച്ചാൽ നമ്മൾ ആരുടെ പേര് പറയണം? ജവഹർലാൽ നെഹ്റുവിന്റെ പേര് പറയണം. അതിന്റെ കാരണം എന്തെന്ന് ഇപ്പൊ വ്യക്തമായല്ലോ. അത് അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ച എന്തിനു വേണ്ടിയിട്ടാണ്? ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ ഈ ഭരണഘടന എന്ന ആശയം ഒരു ആളുടെ തലയിൽ ഉദിച്ചതായിരിക്കണമല്ലോ. ആരായിരിക്കും ആ വ്യക്തി? ആ വ്യക്തിയുടെ പേരാണ് ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത്, MN റോയി. അതായത് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തി. ഇതാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമേ ഉന്നയിച്ച വ്യക്തിയാണ് MN റോയി അല്ലെങ്കിൽ മാനവേന്ദ്രനാഥ് റോയി. ഈ മാനവേന്ദ്രനാഥ് റോയിയുടെ യഥാർത്ഥ നാമം എന്താണെന്നറിയോ? അത് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. നരേന്ദ്രനാഥ് ഭട്ടാചാര്യ എന്നാണ്, ഓർത്ത് വയ്ക്കുക. മാനവേന്ദ്രനാഥ് റോയി അഥവാ MN റോയി എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ യഥാർത്ഥ നാമമാണ് നരേന്ദ്രനാഥ് ഭട്ടാചാര്യ. സൈഡിൽ ഞാൻ 1917 എന്ന വർഷം എഴുതിയിട്ടുണ്ട്. എന്താണത്? 1917 CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, നമുക്കറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആയിട്ട് ഇന്ത്യ രൂപീകരിച്ച വ്യക്തിയാണ് MN റോയി. നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആരുടെ പേര് ഓർമ്മ വരണം? MN റോയി ആണ്. അപ്പൊ 1917 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകരിച്ചത് MN റോയി ആണ്. നമ്മൾ പറഞ്ഞു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് MN റോയി ആണ്. MN റോയി എങ്ങനെയാണ് അത് അവതരിപ്പിച്ചത്? 1934 ദ ഇന്ത്യൻ പാട്രിയോട്ട് എന്നത് അദ്ദേഹത്തിന്റെ പത്രമാണ്. ആ പത്രത്തിലൂടെ 1934 അദ്ദേഹം ഈ ആശയം അവതരിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം. അത് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഭരണഘടന നിർമ്മാണ സഭ നമുക്ക് ഭരണഘടന രൂപീകരിച്ചു. ഇത് എത്ര നാളുകൊണ്ടാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്? അതായത് ഭരണഘടന രൂപീകരിക്കാൻ എത്ര സമയമെടുത്തു? അതാണ് നമ്മൾ താഴെ എഴുതിയിരിക്കുന്ന 2 വർഷം 11 മാസം 17 ദിവസം. 2 വർഷം 11 മാസം 17 ദിവസം, അതായത് ആകെ 165 ദിവസം എടുത്താണ് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന രൂപീകരിക്കുന്നത്. അതെത്ര സെഷൻസ് ഉണ്ടെന്നറിയോ? 11 സെഷൻസ് ആണ്. ഇതുകൂടെ ഓർത്ത് വെക്കുക. 11 സെഷൻ സമ്മേളിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന കംപ്ലീറ്റ് ചെയ്യുന്നത്, പൂർത്തീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു സെഷൻ എത്ര ദിവസമാണ്? 165 ദിവസം 11 സെഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് എത്ര ദിവസമാണ് ഒരു സെഷൻ? 15 ദിവസമാണ്. അതുകൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. 15 ദിവസമുള്ള ഓരോ സെഷനായിട്ട് 11 സെഷനിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭ 165 ദിവസം എടുത്ത് ഭരണഘടന പൂർത്തീകരിച്ചത്. ഈ ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് 2 ഉപാധ്യക്ഷന്മാരുണ്ടായിരുന്നു. അധ്യക്ഷനാരെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? ആരായിരുന്നു?
താൽക്കാലിക അധ്യക്ഷനും ഉണ്ടായിരുന്നു, സ്ഥിരം അധ്യക്ഷനും ഉണ്ടായിരുന്നു. താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്, സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അങ്ങനെയെങ്കിൽ ഉപാധ്യക്ഷന്മാർ 2 പേരുണ്ട്, HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. HC മുഖർജി ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, പിന്നീട് VT കൃഷ്ണമാചാരിയും ഉപാധ്യക്ഷനാകുന്നുണ്ട്. അപ്പോൾ 2 ഉപാധ്യക്ഷന്മാരുണ്ട്, HC മുഖർജി, VT കൃഷ്ണമാചാരി. ഓർത്തു വെക്കുക. ഇനി ഭരണഘടനാ നിർമ്മാണ സഭ തന്നെയാണ് നമ്മുടെ ആദ്യത്തെ പാർലമെന്റും. നമുക്ക് ഭരണഘടനാ നിർമ്മാണ സഭ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ആദ്യത്തെ പാർലമെന്റ് ആകുന്നത്? പാർലമെന്റ് രൂപീകരിക്കണമെങ്കിൽ എന്ത് വേണം? തെരഞ്ഞെടുപ്പ് നടക്കണ്ടേ? അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപേ നമുക്കൊരു പാർലമെന്റ് തൽക്കാലത്തേക്ക് ആവശ്യമായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് 1947 ഓഗസ്റ്റ് 15-നാണ്. ആ ഡേറ്റിന് തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ പാർലമെന്റായി, ആദ്യത്തെ പാർലമെന്റായി. ഓർത്തു വെക്കുക, ഇത് ഭരണഘടനാ നിർമ്മാണ സമിതി തിരഞ്ഞെടുത്ത ആ അംഗങ്ങൾ തന്നെ ഉൾപ്പെടുന്നതാണ് ഈ പാർലമെന്റ്. പിന്നീടാണ് നമ്മൾ ഇലക്ഷനൊക്കെ നടത്തി പാർലമെന്റ് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ആദ്യത്തെ പാർലമെന്റ് എന്ന് പറയുന്നത് 1947 ഓഗസ്റ്റ് 15-ന് ഭരണഘടനാ നിർമ്മാണ സമിതി തന്നെയാണെന്ന് ഓർത്തു വെക്കുക. ഈ ഭരണഘടനാ നിർമ്മാണ സമിതി ആദ്യത്തെ പാർലമെന്റായി. ഈ പാർലമെന്റായിട്ട് ഇങ്ങനെ സമ്മേളനം കൂടുന്നത്, ആദ്യത്തെ സമ്മേളനം ഭരണഘടനാ നിർമ്മാണ സമിതി പാർലമെന്റായിട്ടുള്ള ആദ്യത്തെ സമ്മേളനം നടന്നത് 1947 നവംബർ 17 ഓർത്തു വെക്കുക. 1947 നവംബർ 17-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി പാർലമെന്റ് ആയിട്ടുള്ള ആദ്യത്തെ പാർലമെന്റ് സെഷൻ നടക്കുന്നത്. 1947 നവംബർ 17 ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുവാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത എന്താണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയെ കുറിച്ചാണ്. എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു, അതിൽ ആരാണ് അധ്യക്ഷനായത്, സ്ഥിരം അധ്യക്ഷൻ ആരാണ്, താൽക്കാലിക അധ്യക്ഷൻ ആരാണ്, ഉപാധ്യക്ഷന്മാർ ആരൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞു. എത്ര സമ്മേളനങ്ങൾ ഉണ്ടായിരുന്നു, എത്ര ദിവസം എടുത്താണ് അത് കംപ്ലീറ്റ് ചെയ്തത്, എത്ര മലയാളികൾ ഉണ്ടായിരുന്നു, എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു, എത്ര പേരെ നോമിനേറ്റ് ചെയ്തു, തിരഞ്ഞെടുക്കപ്പെട്ടു, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഒന്നുകൂടെ നിങ്ങൾ റിവൈസ് ചെയ്യണം, പഠിക്കണം, നോട്ട് എഴുതി തന്നെ പഠിക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ട് ഇത് ആൻസർ ചെയ്യാൻ വേണ്ടി നോക്കണം. അപ്പോൾ നമ്മൾ ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യനും തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ എക്സാമും ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു. സാഹിത്യ PSC അക്കാദമി.